ഇത് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. വെക്കാൻ പോവാട്ടോ. നമുക്ക് എത്ര രൂപ ഏകദേശം വരും? ഇത് ഇപ്പൊ ഞാൻ ബഡ്ജറ്റ് ചെയ്ത ഒരു 1.25. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മെക്കാനിക്കൽ പരമായിട്ടുള്ളൊരു വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ. ഒരു ബിപിൻസ് എന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ, അത് പ്രീമിയം കാറുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു വർക്ക്ഷോപ്പിലൊരു ഒരു ജിപ്സി കിടപ്പുണ്ട്. പഴയ ഒരു ജിപ്സിയാണ്. അപ്പോൾ അത് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് വിഷ്വൽ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും കേട്ടോ. ജസ്റ്റ് നമുക്ക് ആ വർക്ക്ഷോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. നമ്മുടെ വർക്ക്ഷോപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് നമുക്ക് ആ വണ്ടി കാണാം. ഇത് നമ്മുടെ കണിച്ചുളങ്ങര തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, കണിച്ചുളങ്ങര ഹൈവേ ജംഗ്ഷനിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ കടയുടെ പേര്. അപ്പോൾ നമ്മുടെ ഈ കടയുടെ ഓണറാണ് കേട്ടോ, ബിപിൻസ്. ഇതിൻ്റെ പേരെങ്ങനെയായിരുന്നു? ബിപിൻസ്. അപ്പോൾ നമ്മുടെ ജിപ്സിനെ പറ്റി ഒന്ന് പറയാമോ? ജിപ്സി വന്നപ്പോൾ കിടപ്പ് വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഞെട്ടി വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് അഴിച്ച് നമ്മൾ പ്രൈമറൊക്കെ അഴിച്ച് കണ്ടീഷനാണ്. ഓൾമോസ്റ്റ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ? നമുക്ക് ഇപ്പോൾ അതിനകത്ത് ഉള്ളത് ഫിറ്റിംഗ് ആണ്. ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു എഞ്ചിൻ ട്യൂണിങ് വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് സീറ്റ് കവർ പിന്നെ ബാക്കിൽ നമ്മൾ അപ്പോൾസറിയും കാര്യങ്ങളും. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് എത്ര രൂപ ഏകദേശം വരും? ഇത് ഇപ്പൊ ഞാൻ ബഡ്ജറ്റ് ചെയ്ത ഒരു 1.25. ഓർഡർ ആകത്തിരിപ്പുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റെസ്റ്റോറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ കടയുടെ മാനേജർ. പേരെന്താണ് അതിൻ്റെ? നീ ഇതിന്റെ ഫീൽഡിൽ എത്ര ആളെ വർക്ക് ചെയ്യാൻ? 2 വർഷമായി. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബോണറ്റും ബാക്കിലെ സംഭവങ്ങളൊക്കെ അവർ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ അത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്യുന്ന കാണാം. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമുക്ക് നോക്കാം. അവർ ഇതാ ഒമിനിയിൽ പോകുന്നുണ്ട്. ജിപ്സിയുടെ കൂടുതൽ വർക്കും ചെയ്യുന്നത് നമ്മുടെ ഈ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ പേര് ചെയ്യും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രവീന്ദ്രൻ. എത്ര നാളായിട്ടുണ്ട് ഈ ഫീൽഡിൽ? 24 വർഷമായി. നമ്മളിപ്പോൾ ഈ ജിപ്സിയിൽ ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എല്ലാ ബോഡി വർക്കും ചേട്ടൻ തന്നെയാണോ? എല്ലാ ഫിറ്റിങ്സ് ചെയ്യുന്നത് അല്ലേ? പെയിന്റിങ് വേറെ? ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? നമുക്ക് ചെറുതായിട്ടെങ്കിലും ഓരോന്നൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അല്ലേ? ചേട്ടനിപ്പോൾ ഇതിലെന്ത് ചെയ്യണം? മാരേജ് ആയിട്ടുണ്ടല്ലേ? പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാച്ച് വർക്ക് ചെയ്യാനാണ്. അപ്പോൾസറി മേളിൽ ഇതൊക്കെ അഴിച്ചോണ്ടിരിക്കുകയാണ്. പെയിന്റിങ് അത് ഫുൾ പെയിന്റിങ് അല്ലേ? ഒരു മാരുതി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കിടു സാധനമാണ്. അലവിലൊക്കെ നോക്കിയേ. അപ്പോൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിപ്സിയുടെ സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ അടുത്തോണ്ടിരിക്കുന്നത്. മാനേജർ ഉൾപ്പെടെയാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ശിഷ്യന്മാരാണ് ആശാന്റെ. അപ്പോൾ ആശാനാണ് ഇവിടുത്തെ ടോപ്പ്. അതെ. ഇത് നമ്മുടെ ഇവിടെ അല്ലേ ഡോറിന്റെ? ഇതൊക്കെ പിടിപ്പിക്കാം അവിടെ. ഇതൊക്കെ അല്ല, ഇതൊക്കെ ഈ ടെസ്റ്റിനൊക്കെ പ്രശ്നമില്ല. എനിക്ക് ലൈറ്റ് കേട്ടോ. നേരത്തെ ഈ വണ്ടിയിൽ ഇരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അഴിച്ച് കൊണ്ടുപോയി. ഇനി അതൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അതിൻ്റെ നമുക്ക് നോക്കാം. വാഷ് ചെയ്യാനുള്ള സാധനങ്ങൾ ബീഡിങ് ഒക്കെ ഉണ്ടോ? കുറച്ച് ബീഡിങ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഗ്ലാസിൻ്റെയും ഫ്രണ്ട് ഗ്ലാസിൻ്റെയൊക്കെ ബീഡിങ്ങും കാര്യം, പിന്നെ മാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, ഈ ലൈറ്റിൻ്റെ ഉള്ളിലായിട്ടൊരു ബ്ലാക്ക് പെയിൻറ് വരുന്നുണ്ട്. അപ്പോൾ അത് ചേട്ടനിപ്പോൾ അടിക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ലൈറ്റ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെക്സിനും എങ്ങനെയാണ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ബാക്കിൽ? റെക്സിനാണ്. അപ്പോൾ നമ്മൾ മറ്റേ ഓക്കെ ഈ ലോക്കാണ്. ബാക്കിൽ ഡോർ എടുക്കണം കേട്ടോ, നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, മേളിലും താഴത്തേക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ എന്താ വെക്കാനുള്ളത് ചേട്ടാ? സ്റ്റെപ്പിന് ഇപ്പോൾ നമ്മൾ വെക്കുന്നുണ്ടോ? നമുക്ക് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പിനുള്ള ബ്രാക്കറ്റ്. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. സ്ക്രൂ ഒക്കെ എടുക്കേണ്ടി വരും അല്ലേ? ഹോളുണ്ട്, ഇപ്പോൾ ഹോൾ അടഞ്ഞു കിട്ടുമെങ്കിൽ ഹോളാക്കണം. ഇപ്പോൾ ഈ ഒരു ഇത് എന്താ പറയുന്നത് ചേട്ടാ? മേളിൽ ബോണറ്റ് ഗാർഡ് വെച്ചോണ്ടിരിക്കുക കേട്ടോ. ഒരെണ്ണം വെച്ച് കഴിഞ്ഞു, ഇവിടെ വെച്ച് ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്യേണ്ടിയിരിക്കണം. വൈപ്പറിൻ്റെ ഇത് വെക്കണം. പിന്നെ രണ്ടാമത്തെ വൈപ്പറിൻ്റെ ബോൾട്ടിൻ്റെ ഇട്ടും ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്ലാസ് വെക്കുന്ന ഏരിയയിൽ ഇവിടെ ഒരു ചെറിയൊരു സംഭവം വരുന്നത്, അതിനുള്ള ഇതാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ വെച്ച് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് ഇവിടെ കൂടി വെക്കാനുണ്ട്.
സൈഡ് പീസ് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ആർച്ച് വരുന്നുണ്ട്. അപ്പം ആർച്ചിൻ്റെ സാധനം വന്നിട്ടില്ല അല്ലേ ഏട്ടാ? അതിൻ്റെ ഒരു ചെറിയൊരു സാധനം കൂടി വരാനുണ്ട്. അപ്പോൾ അത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ വരുന്ന ഒരു കവറിങ് കേട്ടോ. അത് സ്ക്രൂ ചെയ്ത് വെക്കണമെന്ന് തോന്നുന്നു അല്ലേ ഏട്ടാ? ചെറുതായിട്ടൊന്ന് ആണ് കേട്ടോ. നല്ല തുടച്ച് നല്ല കണ്ടീഷനായി. ഇത് RS ക്ലീൻ ചെയ്ത് ഞാൻ ഫിറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് അഴിക്കാൻ പോയി. ഈ ബമ്പറിൽ ഈ ലൈറ്റ് മാറ്റുവാണോ ചേട്ടാ? ഈ ലൈറ്റ് മാറ്റുന്നില്ല, ഇത് തന്നെ പഴയ തന്നെ എടുക്കും. പിന്നെ അഡീഷണൽ വേറെ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ ഇവിടെ അല്ലേ അതെ ഈ സ്ഥലത്ത്? ഓക്കെ ഓക്കെ. ആ ഫോഗ് ലാമ്പ് പോലെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് കൂടി വെക്കുകയാണല്ലോ. നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം നമ്മുടെ ബമ്പറും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ. ഞാൻ ഇന്നലെ വരാഞ്ഞുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ആർച്ച് വെച്ചിട്ടുണ്ട്, അതേപോലെ നമ്മൾ ബാക്കിൽ ആർച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസമായി നമ്മൾ അതേപോലെ ലൈറ്റും ഫ്രണ്ട് ലൈറ്റും പിന്നെ നമ്മുടെ ബമ്പറാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഒരു വീൽ ആർച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എയർ ഇൻഡേറ്റർ പോലെ ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ലീവ് ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാഞ്ഞുകൊണ്ടേ കാണിക്കാൻ പറ്റാതെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ അത് വെക്കുന്ന നോക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം വെച്ചപ്പോൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ ഈ ഒരു ലൈറ്റും വെച്ച് കേട്ടോ. നമ്മൾ ഈ ഒരു ചെറിയ ലൈറ്റും വെച്ച് പിന്നെ അതേപോലെ തന്നെ സൈഡ് ഗ്ലാസ് നേരത്തെ ഉണ്ടായിരുന്നു. ജിപ്സിയുടെ റെക്സിനാണ് കേട്ടോ. അത് വാഷ് ചെയ്യാൻ പോവാം. ഒത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് അത് തന്നെയാണെന്ന് ഇടുന്നത് തോന്നുന്നു. ഉണ്ടോ? എൻ്റെ റെക്സിനാണ്. മറ്റേ ഇട്ടടാ പാസ്.